നമ്മള് ഇന്ന് രണ്ടാമത്തെ ദിവസം ജൂലൈ 1 ഗെൻഡിങ് ഹൈലാൻഡിന്റെ ഭാഗത്തേക്ക് പോവുകയാണ്. അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ഗൈഡ് ഞങ്ങളെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി 2 വരികളായി നിർത്തിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഉണ്ട്. ഗഫൂർ സാഹിബ് എന്തെങ്കിലും പറയണ്ടോ? ഗെൻഡിങ് ഹൈലാൻഡ് പറഞ്ഞത് ഇവിടെ മലേഷ്യയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ്. നല്ല തണുത്ത ഭാഗമാണ്. കൂടുതൽ നമുക്ക് ഇവിടെ കേബിൾ കാർ അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്യാണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാണ്ട് നമ്മൾ പോവാണ്. ഓക്കെ താങ്ക് യു. സെറ്റല്ലേ? എല്ലാരും സെറ്റല്ലേ? പൊളിക്കട്ടെ? അടിപൊളിയല്ലേ? നമ്മുടെ ടീമാ പോകട്ടോ. ഗെൻഡിങ് ഹൈലാൻഡിലേക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ നമ്മൾ ഓരോ കൂടെ സപ്പോർട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗേസ് ശ്രദ്ധിക്കണം, ചില ഭാഷകളുടെ പരിമിതികളുണ്ട്. എന്നാലും നമുക്ക് പറ്റാവുന്ന രൂപത്തിലൊക്കെ ചെയ്യാം. ഓക്കെ, കുഞ്ഞുട്ടി നമ്മളെ ചങ്കളാണ്. നമ്മളെ ഗൈഡ് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലേ? അടിപൊളിയല്ലേ? ഒരുപാട് നമ്മൾ കയറി അടിച്ചു പൊളിക്കട്ടെ. ഓക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യങ്ങളതിന്റെ വൃത്തി പോലെ ആയിക്കോട്ടെ എന്നാ പറഞ്ഞ ഗൈഡ്. സുഹൃത്തുക്കളെ, ഇതാ നമ്മൾ എത്തിയിട്ടുണ്ട്. കേബിൾ കാറിന്റെ അടുത്ത് എത്തിക്കുകയാണ്. ഞങ്ങളെ വന്നോ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ അതിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ്. അപ്പൊ വരിക്ക് നിൽക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. കാണിച്ച് അടിപൊളിയായി കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കൈ സെൻട്രൽ സ്റ്റേഷൻ ആണതാ കണ്ട കാഴ്ചയുള്ളൂ. ഇവിടെ നിന്നാണ് നമ്മൾ വിളിക്കാൻ പോട്ടെ. നമ്മള് വിളിച്ചെടുക്കണ്ടേ? നമ്മളെ ഒപ്പം വന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാണ്, ഇതില് സ്കാൻ ചെയ്ത് കയറ്റിയാണ്. ഈ കേബിൾ കാറിന്റെ ഇതിലേക്ക് കയറാനുള്ള ഓരോ സജ്ജീകരണത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മളിതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. കേബിൾ കാറിന്റെ ഉള്ളിലുള്ളത് നമ്മള് വളരെ ഹൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മണി നോക്കിക്ക പോരെ, അങ്ങോട്ട് ഇവിടെ ഈ പറഞ്ഞിരിക്കാം. അയ്യവാ, ബാക്കിലേക്ക് നല്ല വ്യൂ ഉണ്ട്. അയ്യവാ, എല്ലാരും നോക്കിക്കോളും. നമ്മള് കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മള് ഇത് കയറിക്കൊണ്ടിരിക്കുന്നു. കണ്ടോളെ ഇതാ ഓരോ ഭാഗങ്ങൾ കണ്ടിരിക്കുന്നതാണ്. സൂപ്പർ എൻജോയ്. ഇതാ ഇനി നമ്മൾ കേറി പോകുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ കണ്ടോളൂ, നല്ല വ്യൂ ആണ്. കേബിൾ കാറിന്റെ മുകളിലൂടെ ഞങ്ങൾ ഇങ്ങനെ യാത്ര പോകുമ്പോ അടിയിലേക്ക് നോക്കുമ്പോ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഈ ഭൂമിയെ പ്രതിവിധാനം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ നിൽക്കാൻ പറ്റുമോ? നിൽക്കാൻ പറ്റുമോ? കണ്ടോ, ഇതാണ് നമ്മൾ കേറിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഇതാ അടിവശത കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നല്ല, ഇവിടെ റീവേൾഡ് പോയാണ്ടല്ലോ, അതിന്റെ കറക്കനൊക്കെ ഒന്നുകൂടി മേലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല ഫോണല്ലേ ഉള്ളൂ.
കേറ്റാണ് ഇനി ഇറങ്ങുമ്പോ ഇവിടെ ഉണ്ടായിട്ടില്ല. ആ ഉയർത്തുന്ന പെണ്ണുങ്ങള് ചങ്ങല കെട്ടിട്ട് ആടില്ല. അങ്ങല്ലേ ഇവിടെ അടിക്കുന്ന ആമ്പലൊന്നും വരില്ലേ. അതാണ് പൈസ അങ്ങനെ മേടിച്ചാ ഒന്നിലും കേറൂല. ഇതിൽ നമ്മളെ ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ടിട്ട് നമ്മുടെ സഹോദരൻ എന്തോ പറയാനുണ്ട്. അപ്പൊ എവിടെ സഹോദരൻ അവിടെ? എന്താ വെച്ചാലേ ഈ പറഞ്ഞ പോലെ ഈ കച്ചവടം നടന്നിട്ട് കാര്യമില്ല. ഇതേപോലെയൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്താലേ നമ്മളെ കച്ചവടങ്ങളും ഒരു റാഹത്തോടെ നമുക്ക് കച്ചവടത്തിൽ വീണ്ടും വീണ്ടും പോകാനും നമുക്കൊരു പൈസ ഇങ്ങനെ വെറുതെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ പൈസ ചെലവാക്കാനും കൂടെ ഉള്ള ഒരു ഇത് വേണം. ഇതിപ്പോ കുഞ്ഞുട്ടിയൊക്കെ നമ്മള് ചെലവാക്കിയിട്ടുണ്ട് വേറെ കാര്യം. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ കാഴ്ചകൾ. വളരെ മനോഹരമായ കാഴ്ച, ആകാശ കാഴ്ച എന്ന് പറയാ. അടിയിൽ നോക്കൂ, വളരെ മനോഹരമായ. അങ്ങോട്ട് നോക്കൂ, ഇവിടെ നോക്കൂ, റോഡും കാര്യങ്ങളൊക്കെ. നമുക്ക് നമ്മള് വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് പോരാ ഈ സ്ഥലത്തേക്ക്. നമുക്കിപ്പോ ഇങ്ങനെ വരുന്നതിന് പകരം വണ്ടിയിൽ വേണമെങ്കിൽ വരാം. എന്ത് ഭംഗിയാക്കാണ് ആ റോഡ് ക്ലോസ് ചെയ്യണ. ബസ് പറ്റില്ല, ബസ് കേറില്ല. രജിലാദെ എങ്ങനെയുണ്ട്? രജിലാദ് പൊളിയല്ലേ, ഒന്നും പറയാനില്ലല്ലോ. വളരെ മനോഹരമായ കാഴ്ച. കേബിൾ കാറിന്റെ മുകളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോ എന്തൊരു ഭംഗിയാണ് ആ ആകാശ കാഴ്ച കാണാൻ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അതിമനോഹരമായ കാഴ്ച, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ. ഒരിക്കൽ ഈ ഭൂമിയെ കുറിച്ച് ഒരു കവി പാടുകയുണ്ടായി. മലേഷ്യയിൽ എത്ര മനോഹരമാം ഈ ഭൂമി, ചിത്രത്തിൽ എഴുതിയ പോലെ മൈത്രി സഖിവെന്ന് ചമയിച്ചൊരുക്കിയ ഒരാശ്രമം കന്യയെ പോലെ എന്ന ആ മനോഹരമായ ആ കാവ്യങ്ങൾക്ക് സാക്ഷി നിൽക്കാൻ ഇത് അടിപൊളിയായിട്ട് നമ്മുടെ കൊലാലംപൂരിൽ നിന്നും 1 മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഗെൻഡിങ് ഹൈലാൻഡിലേക്കാണ്. ഇതാ ആ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവിടുത്തെ ഫസ്റ്റ് കാഴ്ചയായിട്ടുള്ള 1800 മീറ്റർ 6000 അടി, അങ്ങനെയാണ് 1800 മീറ്റർ 6000 അടി മുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാനില്ല, അടിപൊളി കാഴ്ച. എല്ലാ 2 മാസം Deepavali, this one very traffic jam. This is 2000 meter feet. 2000 meter. 2000 meter upper. This is a new condominium. This one is the cable car, but down is glass. Glass. That is better. But another price. Another price. ഗൈഡ് പറയുന്നുണ്ട്. ഗൈഡ് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ, ബട്ട് നമുക്ക് ചില മനസ്സിലാവണില്ല. 30 ringgit. എന്നാലും നമ്മളെ ഗഫൂർ മലയാളി ഗൈഡ്, നമ്മളെ മലയാളി ഗൈഡ് ഗഫൂർ പറയൂ. ഗൈഡ് പറഞ്ഞത് പറയൂ. മലയാളി ആകെ 30 റിംഗിറ്റാണ് ഒരാൾക്ക് ഇതിൽ പോകാൻ വരുന്നുള്ളൂ. അപ്പൊ നാട്ടിലെ അപേക്ഷിച്ച് വളരെ ചീപ്പാണ്. വളരെ ചീപ്പ്. ഇത് എത്ര വലിയ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണി എന്താ പാടണ? മണിയാ സൂപ്പർ. 2000 മീറ്റർ ഉയർത്തിക്കാണ് പോകുന്നത് നമ്മള്. കോടമഞ്ഞ്. അപ്പൊ സുഹൃത്തുക്കളെ, ചങ്കല ഗൈസ് നമ്മൾ ശ്രദ്ധിക്കണം. കോട ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മോളില് വലിയ ഇത് കണ്ടില്ലേ, ഗോഡയാണ്. ഗോഡ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വളരെ ആവേശത്തിലാണ്, അടിച്ചു പൊളിയാണ്. ഏതായാലും മലേഷ്യ ട്രിപ്പ് പൊളിച്ചു മക്കളെ, പൊളിച്ചു. എന്തായാലും പിന്നെ മോൾ ഇത്രയും 5 സ്റ്റാർ ഹോട്ടലുകളാണ് ഈ കാണുന്നത്. ഹോട്ടൽ, അപ്പാർട്ട്മെന്റ്, പാർക്കിംഗ്, എല്ലാ സൗകര്യങ്ങളും. മുകളിൽ ഒരു വലിയ നഗരം പണിതിരിക്കുകയാണ്. 2000 മീറ്റർ ഉയരത്തിൽ വലിയ നഗരം പണിതിരിക്കുകയാണ്. മലേഷ്യയിലെ കണ്ണൻ ചുറ്റിക്കുന്ന 6000 അടി മുകളിൽ 1800 മീറ്റർ 6000 അടി ഉയരത്തിൽ കാണുന്ന ഈ മനോഹരമായ കാഴ്ച ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തില് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുക. ലാൻഡിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ ലാൻഡിംഗ് സ്റ്റേഷൻ. ഇവിടെ എത്തിയപ്പോഴേക്കും കൂടുതൽ കോടയായതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോ
എടാ, ഈ മേലൊക്കെ നോക്കി. ഞാൻ നോക്കണില്ല. ആ, അണ്ണില്ലേ? ഞാൻ ഇവിടെ ഉള്ള കാര്യത്തിൽ നോക്കിയിരിക്കാം. അവിടെ ഫുള്ള് കോട അതാണ് ഒന്ന് എന്താ പാട് കാണണ്ട ഇപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ടും അതിന് പൈസ കൂടുതലാണ് സാധനം ഉണ്ട് ഇപ്പൊ ഒന്നും കാണാനില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ നിലവിൽ ഇതിലെ കണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പൊ ഇവിടെയൊക്കെ. ഈ ഭാഗങ്ങളൊന്നും ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കോട ഇറങ്ങിക്കാണ് ഇപ്പൊ ശരിക്കും 4 പുറം നമുക്ക് കാണാൻ പറ്റുന്നില്ല. വളരെ ഉഷാറായിട്ട് നമുക്ക് ഇങ്ങനെ പോവാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലാതെ ഒന്നും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉണ്ടാക്കിയ എഞ്ചിനീയറാണ് നമ്മള് അംഗീകരിക്കേണ്ടത്. ആരെ അംഗീകരിക്കേണ്ടത്? എഞ്ചിനീയർ. സഹോദരൻ പറയും എഞ്ചിനീയർ അംഗീകരിക്കണം. ഓൻ നല്ലൊരു കാഴ്ചപ്പാടിലാണ്. ഹോട്ടൽ ഹൈലാൻഡ് അയ്വാ ഇതാണ് ഹോട്ടൽ ഹൈലാൻഡ്. ഹോട്ടൽ ഹൈലാൻഡ് അത് കാണുന്നില്ല. ഇപ്പോഴത് വർക്കിംഗ് ആയത് ഇത് വർക്കിങ്ങിന്റെ മുന്നിൽ സ്ട്രക്ചർ ഉണ്ടാക്കി തീർത്തിട്ടുണ്ടാവുമല്ലോ. അത് എങ്ങനെ ഉണ്ടാവുക? അയ്വാ this is the city. No, this is theme park. Water park. Water park. Not water park, but they got roller coaster. നമ്മളെ മറ്റേ Like this നമ്മളെ land. കൊച്ചിയിലെ പാർക്കില്ലേ? Amusement park. കണ്ടോ ഈ ഉയരം കണ്ടോളി. One day, 220 സ്വയം വരക്കണ പോലെ One day. സ്ട്രക്ചർ ഉണ്ടാക്കി 220 റിങ്കിറ്റ് കൊടുത്ത ഒരു ദിവസം ഫുള്ള് ഇതിൽ കറങ്ങാൻ. all can അമ്യൂസ്മെന്റ് പാർക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മാതിരി തന്നെ. open 10 o'clock. എന്തല്ലേ ഒരിക്കലെങ്കിലും വരണട്ടോ ഗേസ്. എന്തായാലും ഒരു പ്രാവശ്യെങ്കിലും നമ്മള് മലേഷ്യയിലെ ഈ കേബിൾ കാറിന്റെ മുന്നിൽ എന്തായാലും വരണം. ഗെന്നിൽ ഹൈലാൻഡിന്റെ മുന്നിലെത്തണം. 220 റിങ്കിറ്റ് കൊടുത്താലേ നമുക്ക് മലേഷ്യയിൽ എന്തായാലും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും വരണമെന്ന് ഓർമ്മപ്പെടുത്തണം. ഒറ്റ പ്രാവശ്യം. ഒരുപാട് കാഴ്ചകളുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. അപ്പൊ ഇവിടെ ഫൈന് വരാതെ ശ്രദ്ധിക്കണം. ഫൈന് നല്ലോണം കിട്ടുന്നുണ്ട്. അത് അതിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ നമ്മളോട് വന്ന് നമുക്ക് പറഞ്ഞുതരും. ഫൈന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഒരു വ്ളോഗർ എന്ന നിലക്ക് ഫൈനിന്റെ കാര്യം നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് അത് ഓർമ്മപ്പെടുത്തുന്നത്. എന്താ പാട് ഉമ്മാർ? സെറ്റ്. ഇവിടെ അടിപൊളി മുത്ത് പറയും. സലാം പറയും. അടിപൊളി സ്ഥലം. കേബിൾ കാറിനെ കുറിച്ച് പറയൂ. കേബിൾ കാറിനെ കുറിച്ച് പറയൂ. കേബിൾ കാറിനെ കുറിച്ച് പറയൂ. അടിപൊളി കേബിൾ കാർ എങ്ങനെയുണ്ട് പറയൂ. മിസ്റ്റർ ഹക്കീം കേബിൾ കാറിനെ കുറിച്ച് പറയൂ. എക്സലന്റ്, വെരി എക്സലന്റ്. കേബിൾ കാർ എങ്ങനെയുണ്ട് കുഞ്ഞുട്ടിയ? പൊളി, അടിപൊളി.